ഐക്യരാഷ്ട്രസഭയിൽ തന്റെ സന്ദർശനത്തിനിടെയുണ്ടായ സാങ്കേതിക തകരാറുകൾ മനഃപൂർവ്വമുള്ള അട്ടിമറിയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചു. ഈ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സീക്രട്ട് സർവീസ് രംഗത്ത് വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ UN സന്ദർശനത്തിനിടെ നടന്ന അപകടങ്ങളെയും സാങ്കേതിക തകരാറുകളെയും കുറിച്ച് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ ഒന്നല്ല രണ്ടല്ല 3 വളരെ നിഗൂഢമായ സംഭവങ്ങളെന്ന് കുറിക്കുകയും ചെയ്തു. ഏകാധിപതി ചെറിയ കാര്യങ്ങളിൽ ഭയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു രാജ്യങ്ങളുടെ മേൽ പ്രഹരമേൽപ്പിക്കാൻ തുനിഞ്ഞിറങ്ങുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഭയപ്പെടുന്നതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. താൻ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയല്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ചെറിയ കാര്യത്തിലും ഭയം പ്രകടിപ്പിക്കുന്നത്. പ്രധാന പ്രസംഗവേദിയിലുള്ള എസ്കലേറ്റർ പെട്ടെന്ന് നിന്നതാണ് ഒന്നാമത്തെ സംഭവം. ഞാനും മെലാനിയയും ഉരുക്കിന്റെ പടികളിൽ വീഴാതിരുന്നത് അത്ഭുതമാണ്. കൈവരികളിൽ മുറുകെ പിടിച്ചതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായതെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതിനെ അദ്ദേഹം പൂർണ്ണമായ അട്ടിമറി എന്ന് വിശേഷിപ്പിക്കുകയും എസ്കലേറ്റർ നേരത്തെ ഓഫാക്കുന്നതിനെ കുറിച്ച് UN ജീവനക്കാർ തമാശ പറഞ്ഞിരുന്നതായി റിപ്പോർട്ട് ചെയ്ത ലണ്ടൻ ടൈംസിന്റെ വാർത്തയും ഉദ്ധരിക്കുകയും ചെയ്തു. UNലെ ലോക നേതാക്കളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ തന്റെ ടെലിപ്രോംപ്റ്റർ പൂർണ്ണമായും നിന്നുപോയി എന്നും പ്രസിഡന്റ് പറഞ്ഞു. ആദ്യം എസ്കലേറ്റർ സംഭവം, ഇപ്പോൾ ഒരു മോശം ടെലിപ്രോംപ്റ്റർ. ഇതെങ്ങനെയുള്ള സ്ഥലമാണ് എന്ന് ട്രംപ് ദേഷ്യത്തോടെ ചോദിച്ചു. ഏകദേശം 15 മിനിറ്റിന് ശേഷമാണ് ടെലിപ്രോംപ്റ്റർ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങിയതെന്നും എന്നാൽ തന്റെ പ്രസംഗത്തിന് മെച്ചപ്പെടുത്തിയ സംസാരത്തിന് ഗംഭീരമായ പ്രതികരണമാണ് ലഭിച്ചതെന്നും അദ്ദേഹം കുറിച്ചു. കൂടാതെ ഓഡിറ്റോറിയത്തിലെ സൗണ്ട് സിസ്റ്റം തകരാറിലായതിനാൽ തന്റെ പ്രസംഗം ഇയർപീസുകളില്ലാതെ ലോക നേതാക്കൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെന്നും ട്രംപ് ആരോപിച്ചു. പ്രസംഗം കഴിഞ്ഞ ഉടനെ ഞാൻ ആദ്യം കണ്ടത് മെലാനിയയാണെന്നും അവർ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ ഒരൊറ്റ വാക്ക് പോലും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ഇതൊരു യാദൃശ്ചികമല്ല, UNലെ ട്രിപ്പിൾ അട്ടിമറിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപ് ഉടൻ തന്നെ UN സെക്രട്ടറി ജനറലിന് കത്തെഴുതുമെന്നും സംഭവത്തെക്കുറിച്ച് അടിയന്തരമായി അന്വേഷണം നടത്തണമെന്നും എസ്കലേറ്റർ എമർജൻസി സ്റ്റോപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സുരക്ഷാ ടേപ്പുകളും സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെടുമെന്നും പറഞ്ഞു. സീക്രട്ട് സർവീസ് ഇതിൽ ഇടപെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. എന്നാൽ ട്രംപിന്റെയും മെലാനിയയുടെയും വരവ് രേഖപ്പെടുത്താൻ മുന്നോട്ടോടിയ US പ്രതിനിധി സംഘത്തിലെ ഒരു വീഡിയോഗ്രാഫർ അബദ്ധവശാൽ എസ്കലേറ്ററിൽ സുരക്ഷാ സംവിധാനം പ്രവർത്തിപ്പിച്ചതാവാമെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്നും UN വക്താവ് സ്റ്റെഫാൻ ഡുജാറിക് പറഞ്ഞു. എന്നിരുന്നാലും ഒരു ഗൂഢാലോചന നടന്നതായി വിശ്വസിക്കുന്ന ട്രംപും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരും UNന്റെ വിശദീകരണം സ്വീകരിക്കാൻ വിസമ്മതിച്ചു. ചൊവ്വാഴ്ച വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിന ലീവിറ്റ് ഈ സംഭവത്തെ അസ്വീകാര്യമെന്ന് വിളിക്കുകയും ഇതൊരു സാധാരണ തകരാറല്ലെന്ന് പറയുകയും ചെയ്തിരുന്നു. പ്രസിഡന്റും പ്രഥമ വനിതയും കയറുമ്പോൾ UNലെ ആരെങ്കിലും മനഃപൂർവ്വം എസ്കലേറ്റർ നിർത്തിയിട്ടതാണെങ്കിൽ അവരെ ഉടനടി പിരിച്ചുവിടുകയും അന്വേഷിക്കുകയും വേണമെന്നും ലീവിറ്റ് എക്സിൽ കുറിച്ചിരുന്നു. അതേസമയം റഷ്യയുടെ ഉക്രൈൻ യുദ്ധത്തിന് ഇന്ത്യയും ചൈനയുമാണ് പ്രാഥമിക ധനസഹായം നൽകുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. റഷ്യയിൽ നിന്നുള്ള എണ്ണയും വാതകവും തുടർച്ചയായി വാങ്ങുന്നത് മോസ്കോയെ സഹായിക്കുകയാണെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഏറ്റവും എളുപ്പമാണെന്നും ആവർത്തിച്ച് ട്രംപ് വ്യക്തമാക്കി. റഷ്യയുടെ തുടർച്ചയായ ആക്രമണത്തിന് ഊർജ്ജ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം പിന്തുണ നൽകുന്നുണ്ടെന്നും പ്രതിനിധികളോട് വ്യക്തമാക്കി. ഇന്ത്യയുടെയും ചൈനയുടെയും ഇറക്കുമതികൾ മോസ്കോയുടെ പ്രചാരണത്തിന് ധനസഹായം നൽകുന്നുണ്ടെന്നും അദ്ദേഹം നേരിട്ട് പറയുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.